ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എല്ലാം കൂടി ഇളക്കി വിളിച്ച് കളയും ഇപ്പൊ തന്നെ. ഒരു ഡോർ പോയാൽ എന്താ 10 ഡോർ ഞാൻ വാങ്ങിക്കും. 10 ഡോർ മായതിന് കുറച്ച് അലച്ച് ടെൻഷൻ അടിക്കണ്ട. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി? വല്ല ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചാൽ പോലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല. ഇതിപ്പോ ആനന്ദം, പരമാനന്ദല്ലേ. മായക്കറിയോ എന്റെ സന്തോഷം എത്ര ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവും. ഓ, ഇതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അതൊക്കെ ഉണ്ട്. അല്ല മനുവാണ് അകത്തിരിപ്പുണ്ട്. എന്നല്ലേ ഞാൻ അവനൊന്ന് പോയി കണ്ടിട്ട് വരാം. വല്ല മാനസിക പ്രശ്നം മറ്റോ ആയിരിക്കും. എന്തായിപ്പോ നോക്കണ്ട. എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നമാണ്? നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നില്ലേ? നമ്മൾ ആഗ്രഹിച്ച പോലെ എന്ത് നടന്നാണ് നീ പറയണത്? എടാ ശ്യാമു വന്നാൽ നമുക്ക് രണ്ടുപേർക്കും പണിയാവുന്നല്ലോ നമ്മൾ വിചാരിച്ചേ. അവനൊരു പണിയും തന്നില്ല, അത് മാത്രമല്ല നമ്മളെ കൂടെ അവൻ നിൽക്കുകയും ചെയ്തില്ലേ. അതല്ലേ നമ്മൾ ആഗ്രഹിച്ചേ. എടാ ശ്യാം അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതൽ നീ ഓഫീസിൽ ഉണ്ടാവില്ലായിരുന്നു. അവൻ ട്രെയിനറാണ്. അഥവാ അവൻ എന്തെങ്കിലും പണി തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 ദിവസം അവൻ തരണമായിരുന്നു. എടാ അത് തന്നെ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ ആദ്യം ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. ഓ പറയണം സാർ. എടാ ശ്യാമ് നമുക്ക് പണി തന്നിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ട് തീരുന്നേനെ. ഇതിപ്പോൾ നീ പറഞ്ഞ പോലെ ശ്യാമ് പണി തന്നില്ലെന്ന് മാത്രമല്ല, ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൈഡ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആർക്കായിരിക്കും? നീ ചിന്തിച്ച് നോക്ക്. ഓ അപ്പൊ ജോണ് നമുക്ക് പാരയാകുന്നാണ് നീ പറഞ്ഞു വരുന്നത്? ഉറപ്പായിട്ടും. അവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതിനേക്കാൾ കൂടുതൽ ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുക അവൻ കൊണ്ടുവന്ന ആൾ നമ്മുടെ സൈഡ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പണി അല്പം കടുപ്പം കൂടിയതായിരിക്കും. എങ്കിലും മാത്രമേ അവന് സമാധാനം കിട്ടൂ. ഇതിപ്പോ ഇരട്ടി പണിയാവുന്ന ലക്ഷണം ഉണ്ടല്ലോ അളിയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ പോലെ ഓവർ സന്തോഷിക്കാൻ മര്യാദയ്ക്ക് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. എടാ അവൻ എന്ത് തരത്തിലുള്ള പണി തരുന്നത് വല്ല ധാരണയുണ്ടോ നിനക്ക്? എടാ ജോണാണ്. അവൻ ജയിക്കാൻ വേണ്ടി ഏത് ഘട്ടം വരെ വേണേലും പോകും. ഇപ്പം തന്നെ കണ്ടില്ലേ, കമ്പനിയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ശ്യാമിനെ പോലെ ഒരാളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അവൻ എന്തും ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ. എടാ അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യടാ? നിങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ചെയ്യുന്ന പോലെ നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇരിക്കിരിക്കേ, എന്തിനാ എഴുന്നേറ്റേക്കുന്ന? ഇരുന്ന് സംസാരിക്കാമല്ലോ. ഇല്ല സാർ, കുഴപ്പമില്ല, ഞങ്ങളോട് വന്നോളാം. എനിക്ക് കുഴപ്പമുണ്ടെങ്കിലോ? ട്രെയിനിങ്ങിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്ന എൻ്റെ ഓഫീസിലെ മിടുക്കന്മാരായ 2 എംപ്ലോയീസ് ജോലി സമയത്ത് എഴുന്നേറ്റ് ഇരുന്ന് സമയം കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ സാറിന് ശ്യാമ് റിപ്പോർട്ടൊക്കെ തന്നായിരുന്നല്ലേ? തന്നായിരുന്നോന്നോ? നല്ല വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ശ്യാം വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ 2 പേരുടെയും പേര് പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള 2 എംപ്ലോയീസിനെ ഏത് വിധത്തിലും കമ്പനി സംരക്ഷിക്കണം എന്നുള്ളൊരു നോട്ടും ശ്യാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശ്യാം അങ്ങനെയൊക്കെ ചെയ്തോ സാർ? പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എന്റെ ക്യാബിനിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാമല്ലോ നോട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. സാറ് പറഞ്ഞ എനിക്ക് വിശ്വാസമല്ലേ? ഈ വിശ്വാസം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം. ഈ വിശ്വാസം തകർക്കാൻ പലരും ശ്രമിക്കും. അതായത് ഓഫീസിനകത്തുള്ളവരോ പുറത്തുള്ളവരോ ആവാം. പക്ഷെ നമ്മൾ അതിലൊന്നും വീഴരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങണം. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ, എല്ലാം വളരെ നന്നായിട്ട് മനസ്സിലായി. എനിക്ക് നന്നായി മനസ്സിലായി സാർ. പക്ഷേ ഞാൻ നിങ്ങളെ 2 പേരെ മനസ്സിലാക്കാൻ കുറച്ച് വൈകി. പലപ്പോഴും ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. സാർ അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ജീവിതത്തിലുള്ളതല്ല സാർ. സാർ ചായ പിടിക്കാൻ ഇറങ്ങിയാണോ? അതെ അതെ, വാ വാ, ചായ പിടിക്കാം. അല്ല സാർ, ഞങ്ങൾ പിന്നെ പിടിച്ചോളാം. സാർപ്പം പോയിക്കോ. അതൊന്നും പറയാൻ പറ്റില്ല, വന്നേ. സാർ കുറച്ച് ജോലി കൂടെ തീർക്കാനുണ്ട്. നിങ്ങളുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ സംശയങ്ങളുമില്ല. എൻ്റെ ഒപ്പം ചായ കുടിച്ചിട്ട് തീരാത്ത ജോലി ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ഞാനങ്ങ് സഹിച്ചു. അതുപോലെ വന്നേ, വന്ന് വന്ന് വന്നേ. ചേട്ടാ, ഒരൊറ്റ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് യുവമാരുടെ മാർക്കറ്റ് വാല്യൂ കുത്തൻ ഉയരുവാണല്ലോ. എന്താണ്? അതെ, ഈ ട്രെയിനിങ് പീരീഡിൽ 2 പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നല്ലോ. ശ്യാമ് വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമ്മുടെ കൃഷ്ണ സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വായിച്ചതും ആള് ഫ്ലാറ്റായി. ചിലപ്പോൾ അതിനുള്ള ട്രീറ്റ് കൊടുക്കാൻ കൊണ്ടുപോകായിരിക്കും. അയ്യോ ജോൺ വിഷമിക്കണ്ട. അടുത്ത ട്രെയിനിങ്ങിൽ നമ്മളും അടിപൊളിയായിട്ട് പെർഫോം ചെയ്താലേ ആ ട്രീറ്റ് നമുക്കുള്ളതാ. അതിനടുത്ത ട്രെയിനിങ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മായ. കൃഷ്ണ സാർ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് ട്രീറ്റ് ചെയ്യുന്നൊരു ദിവസം വരും. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജോൺ എന്താ പറയുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നൊരു കാലം വരും മായ. ഇവിടെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ആരും ഇല്ലല്ലോ ദൈവമേ. ഇനിയിപ്പോൾ ജോൺ പറഞ്ഞ് ഡീകോഡ് ചെയ്തെടുക്കാൻ ഞാൻ ആരുടെ അടുത്ത് പോകുമെന്തോ. ഇതെന്ത് പറ്റി രണ്ടുപേർക്കും? ട്രെയിനിങ്ങിലൊക്കെ മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാൽ സാർ നമ്മളിപ്പോഴും അതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാൻ സമയം കിട്ടത്തില്ല. ബ്രില്യൻ വരും. ഇത്തരത്തിലുള്ള മറുപടിയാണ് ഓരോ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും മാനേജ്മെന്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഈ കോർപ്പറേറ്റ് ലൈഫിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി ആൾക്കാർക്ക് പിന്നെ ദിവസങ്ങളോളം ജോലിയൊക്കെ ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നാലെ നടക്കാൻ. അവരിൽ നിന്നുമാണ് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാകുന്നത്. യെസ്. ട്രെയിനിങ്ങിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാലുള്ള കൃഷ്ണസാറിന്റെ ട്രീറ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല ജോണേ. ജോണെ, ഞാൻ അവർക്ക് ഒരു ചായ മേടിച്ചു കൊടുത്തില്ല പിന്നെ മാനേജർ എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? സാർ ഇത് വളരെ കറക്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഇത്രയും മൂല്യം തന്ന 2 എംപ്ലോയീസിനെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യണമല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ മുഖത്ത് വലിയ കാണാനില്ല. ഇതൊക്കെ ഇവർക്ക് വളരെ നിസ്സാരമല്ലേ, അതായിരിക്കും. അങ്ങനെയൊന്നുമില്ല ജോൺ. എങ്ങനെയൊന്നുമില്ലെന്നാണ് മനു? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം അയക്കേണ്ട ഫയലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചല്ലോ അല്ലേ? അതൊക്കെ റെഡി ആയിക്കണം. മിടുക്കന്മാരല്ലേ രണ്ടുപേരും. എടുക്കന്മാർക്ക് ഇതൊക്കെ ഈസി അല്ലേ? ഇല്ല സാർ, നിങ്ങൾ കഴിച്ചു, ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാണ്. ഇതിപ്പോ എന്തായാലും ഇവരുടെ ട്രീറ്റ് അല്ലേ, നമുക്ക് വേറെ ദിവസം വിശദമായ ഒരു ട്രീറ്റ് കൂടാം. ശരി അല്ലേ മനു? എന്നാ നടക്കട്ടെ. ഓ ശരി ജോൺ. വീട്ടിലട ഞാൻ